അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു സംശയത്തെയാണ്. സംശയം മാറ്റലാണ് ആഗ്രഹിക്കുന്നത്. സംശയം ക്ലിയറാക്കണം. നമുക്കെല്ലാവർക്കും ഒരു സംശയമുണ്ടാവും, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം തൊട്ടുപോയാൽ വുളു മുറിയുമോ? അതുപോലെ ഭാര്യ ഭർത്താവിൻ്റെ ഉപ്പയെ തൊട്ടുപോയാൽ വുളു മുറിയുമോ? സഹോദരങ്ങളെ തൊട്ടുപോയാൽ വുളു മുറിയുമോ? ഭർത്താവ് ഭാര്യയുടെ ഉമ്മയെ തൊട്ടാൽ വുളു മുറിയുമോ? ഭർത്താവ് ഭാര്യയുടെ സഹോദരിയെ തൊട്ടാൽ വുളു മുറിയുമോ? എന്നിങ്ങനെ പല പല സംശയങ്ങളും നമുക്കുണ്ടാവും. ഇത് നമ്മൾ ക്ലിയർ ആക്കണം. കാരണം ഭർത്താവും ഭാര്യയെയും തൊട്ടാൽ, പരസ്പരം തൊട്ടാൽ വുളു മുറിയുമോ? ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചു കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷ റളിയല്ലാഹു അൻഹ നോക്കി നടന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഇരുട്ടിൽ നിന്ന് നിസ്കരിക്കുകയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നബിയെ തപ്പി നടന്നപ്പോൾ നബിയെ കാൽപാദം തട്ടിപ്പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുകയായിരുന്നു, സുജൂദിലായിരുന്നു ഉള്ളത്. അപ്പോൾ നബി പെട്ടെന്ന് അവിടുന്ന് കാല് മാറ്റി വെച്ചു. ഈ വിഷയത്തിൽ ഷാഫി മദ്ഹബിൽ ഉള്ള അഭിപ്രായം, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം തൊട്ട് കഴിഞ്ഞാൽ വുളു മുറിയും എന്നാണ്. കാരണം പിന്നെ ആ ഒരു വിഷയത്തിൽ ഷാഫി മദ്ഹബിലുള്ള ഒരു അഭിപ്രായം, നമ്മൾ അറിയാണ്ട് ഒരാളെ തൊട്ട് പോയാൽ ആ പോകുന്ന ആളുടെയാണ് വുളു മുറിയുക, മറ്റേ ആളുടെ വുളു മുറിയില്ല എന്ന് ചെറിയൊരു അഭിപ്രായമുണ്ട്. അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല. എങ്കിൽ ഷാഫി മദ്ഹബിൽ ഉറച്ച ഒരു ഇത്, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം തൊട്ട് കഴിഞ്ഞാൽ വുളു മുറിയും. കാരണം അന്യ പെണ്ണും അന്യ പുരുഷനുമാണല്ലോ, നമ്മുടെ രക്തബന്ധത്തിൽ ഉള്ളതല്ല. കാരണം മുലകുടി പരസ്യമോ നമ്മുടെ സഹോദരിമാരോ അല്ല. അപ്പോൾ തൊട്ടാൽ വുളു മുറിയും. ഭാര്യ ഭർത്താക്കന്മാർ തൊട്ട് കഴിഞ്ഞാൽ, പരസ്പരം തൊട്ട് കഴിഞ്ഞാൽ തൊടുന്ന ആളുടെയും മറ്റേ ആളുടെയും വുളു മുറിയുന്നതാണ്. ഭർത്താവും ഭാര്യയും പരസ്പരം തൊട്ട് കഴിഞ്ഞാൽ വുളു മുറിയും. എങ്കിൽ ഭർത്താവിൻ്റെ ഉപ്പയെ തൊട്ടാൽ ഭാര്യ തൊട്ടാൽ വുളു മുറിയുമോ എന്ന സംശയമുള്ളവർക്ക്, ഭർത്താവിൻ്റെ ഉപ്പയെ തൊട്ടാൽ വുളു മുറിയില്ല. ഭർത്താവിൻ്റെ ഉപ്പയെ കാണാനും അനുവദനീയമാണ്, തൊടാനും കുഴപ്പമില്ല, വുളു മുറിയില്ല. കാരണം സ്വന്തം ഉപ്പയെ പോലെ തന്നെയാണ് ഭർത്താവിൻ്റെ ഉപ്പയും. ഇത് പറയുന്നവർക്ക് സംശയമുണ്ടാകും, ഭാര്യയുടെ ഉമ്മയെ ഭർത്താവ് തൊട്ടുപോയാൽ വുളു മുറിയുമോ എന്ന്. ഭാര്യയുടെ ഉമ്മയെ ഭർത്താവ് തൊട്ട് കഴിഞ്ഞാൽ വുളു മുറിയില്ല. കാരണം ഭാര്യയുടെ ഉമ്മ ഭർത്താവിന് സ്വന്തം ഉമ്മയെ പോലെ തന്നെയാണ്. അങ്ങനെയാണ് കാണേണ്ടത്. ഷാഫി മദ്ഹബിൽ ഉള്ള നിയമം ഇങ്ങനെയാണ്. നേരെമറിച്ച് ഭർത്താവ് ഭാര്യയുടെ സഹോദരിമാരെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരന്മാരെ ഭാര്യ തൊടുകയോ ചെയ്താൽ വുളു മുറിയും. അവർ തികച്ചും അന്യ സ്ത്രീയും അന്യ പുരുഷന്മാരുമാണ്. അവരുമായിട്ട് അധികം ഇടപഴകരുത്, സംസാരിക്കരുത്. നമുക്ക് ഒരു ലിമിറ്റ് വെച്ച് വേണം. അവരുടെ മുന്നിൽ നമുക്ക് ഹൗറത്തൊന്നും വെളിവാക്കാൻ പാടില്ല. മുത്തുനബിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. മുത്തുനബി നാശം വരും എന്നാണ് ഒരു ഹദീസിലും പറയുന്നത്. ഭർത്താവിൻ്റെ സഹോദരന്മാരും ഭാര്യയും കൂടുതലായിട്ട് ഇടപഴകരുത്. നമ്മൾ ഈ ഒരു വിഷയം ഗൗരവമായിട്ട് എടുക്കണം, ഗൗരവമായിട്ട് അത് ശ്രദ്ധിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ കുടുംബ പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങളും വരാൻ ചാൻസ് ഉണ്ട്, ഇബ്ലീസുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സഹോദരനുള്ള വീട്ടിൽ തന്നെ താമസിക്കേണ്ടി വരുമ്പോൾ അവരുടെ മുന്നിൽ നമുക്ക് മുഖവും മുൻകൈയും ഒക്കെ കാണിച്ച് സാഹചര്യം കാരണം ജീവിക്കാം. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ലിമിറ്റ് വെക്കണം. അവരുമായിട്ട് കൂടുതൽ ഇടപഴകരുത്. തികച്ചും അത് അന്യപുരുഷനാണ്. ഭർത്താവിൻ്റെ സഹോദരനൊക്കെ തന്നെയാണെങ്കിലും അന്യപുരുഷൻ തന്നെയാണ്. തൊടലും കാണലും ഹറാമാണ്. ഇസ്ലാമിക് വീഡിയോ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം.